എവ്രിവൺ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാർമിനാർ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. കോട്ടി ബേഗം ബസാർ വീഡിയോ ആണ് ആക്ച്വലി ഇത് വരുന്നത്. ചാർമിനാർ അല്ല, അവിടെ നമ്മൾ ആക്ച്വലി എനിക്ക് ബേഗം ബസാർ പോകേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ജ്വല്ലറീസ് വാങ്ങണമായിരുന്നു ആമുൻ്റെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള. പക്ഷേ എനിക്ക് ബേഗം ബസാർ ഞാൻ എത്തിപ്പെട്ട ഏരിയ ഡിഫറെൻ്റ് ആയി പോയെന്ന് തോന്നുന്നു. അവിടെ ഭയങ്കര പ്രൈസായിരുന്നു, 3000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ എത്തിപ്പെട്ട ഏരിയ പാത്രങ്ങളുടെ ഏരിയ ആയിരുന്നു. ഇതൊക്കെ ആക്ച്വലി വലിയ കുഴപ്പമില്ല, ഒരു 2500 ഒക്കെ വേർത്ത് ആണ്. നാട്ടിലെ അപേക്ഷിക്കുന്നതല്ല കേട്ടോ, ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 1000 എന്താണെങ്കിലും കുട്ടികളുടെ സെറ്റൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. ഞാൻ എത്തിപ്പെട്ട ഏരിയ കണ്ടില്ലേ, പാത്രങ്ങളുടെ ഏരിയ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ജ്വല്ലറീസ് ഒന്നും കിട്ടിയില്ല. അവിടെ നമ്മളെ എങ്ങനെ കോട്ടിയിലേക്ക് വിട്ടു. കോട്ടി ഇവിടുന്ന് ആക്ച്വലി കോട്ടി ഒരു ഭയങ്കര ഫേമസ് മാർക്കറ്റാണ് കേട്ടോ, ഹൈദരാബാദിൻ്റെ. അങ്ങനെ കോട്ടിയിലേക്ക് എത്തിപ്പെട്ടിട്ട് കോട്ടി ഒരു അര കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും. റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് 4 സെക്ഷൻ ഉണ്ട് നമുക്ക്. ഇപ്പം റോഡിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും ഉണ്ടാവും, ഇങ്ങോട്ട് വരുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞു മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാറുണ്ട്. ചാർമിനാറിനേക്കാളും കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഫാഷൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ചാർമിനാർ നമുക്ക് നന്നായിട്ട് പെശകായിരുന്നു. അപ്പോൾ ഒരു 100 സംഭവങ്ങൾ കിട്ടും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫിക്സഡ് റേറ്റ് ആണെങ്കിലും 150-100 സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ചാർമിനാറിന് കാണാനേ ഇല്ല കേട്ടോ. ഇപ്പോൾ ചാർമിനാറാണ് കുറച്ചുകൂടെ കോസ്റ്റ്ലി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഇവിടെ നിന്നും ജ്വല്ലറി ഒന്ന് നോക്കി. അപ്പം അങ്ങനെ കയറിയിട്ട് ഒരു ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി അവർ കുറച്ചവിടെ ആ ഷോപ്പ് ഭയങ്കര പറ്റിക്കലാണ് കേട്ടോ. നിങ്ങൾ കോട്ടിയിലേക്ക് കയറിയിട്ട് ആദ്യം തന്നെ കാണുന്ന ഒരു ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ട് കാണുന്ന ഒരു ജ്വല്ലറി ഷോപ്പ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. നിങ്ങൾ കയറി മുന്നോട്ട് നടക്കുന്ന സമയത്ത് ആ ഷോപ്പ് നല്ല പറ്റിക്കലാണ് അവർ. പൊതുവേ എനിക്ക് 2-3 വട്ടം കയറിയപ്പോഴും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ അവിടെ തന്നെ പോയി. കാരണം നമ്മൾ കാണുമ്പോൾ ഒരു കണ്ണം ചിമ്മിക്കുന്ന അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷോപ്പാണ്, നമ്മുടെ നാട്ടിലേക്ക് പോലെ തോന്നുന്നത്. അങ്ങനെ അവിടുന്ന് എനിക്ക് അവർ പറഞ്ഞത് 1600 രൂപ പറഞ്ഞു. അങ്ങനെ 1200 പറഞ്ഞിട്ട് 1100 രൂപയ്ക്കാണ് എനിക്ക് അത് കിട്ടിയത്. പക്ഷേ 900 അല്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്കൊക്കെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. 200 രൂപ അങ്ങോട്ട് വലിപ്പിച്ചു. എന്നാലും കുഴപ്പമില്ല, നോക്കിയെടുക്കാൻ പറ്റിയ സംഭവങ്ങൾ. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് മിനുവിന് 1-2 ഡ്രസ്സ് എടുക്കണം എന്നുണ്ടായിരുന്നു. ഇവിടെ ഈ 250 അത്യാവശ്യം നല്ല ടോപ്പുകൾ കിട്ടാനുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊരു 500 സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഒരു 250 കിട്ടുന്നത് കേട്ടോ. പക്ഷേ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങണം എന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇന്നത് വേണം എന്ന് വിചാരിച്ച് നമ്മൾ പൊതുവെ അങ്ങനെയല്ലേ നമ്മൾ വരിക. ചിലപ്പോൾ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വേണം എന്ന് വിചാരിച്ച് വന്നാൽ അത് കിട്ടുകയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടണത്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടുന്ന സമയത്ത് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം. കാണുന്നില്ലേ ഫിക്സഡ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ പലാസ പാൻറ്റുകളാണ് കേട്ടോ, നമ്മുടെ ഒരു കോട്ടൺ പലാസ പാൻറ്റുകളില്ലേ, അതിനൊക്കെ ഫിക്സഡ് ആ ഒരു 100 രൂപീസേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന ടോപ്പുകളാവട്ടെ അതൊക്കെ ഒരു 150 നോർമൽ ടോപ്പുകൾ ചിലപ്പോൾ 250 2 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഈ വീട്ടിലിടാൻ പറ്റുന്ന ടോപ്പുകളില്ലേ, നമ്മുടെ കോട്ടൺ കുർത്തീസ്, നോർമൽ കുർത്തീസൊക്കെ വന്നിട്ട് അതിനൊക്കെ 250 2, അല്ലെങ്കിൽ ചിലപ്പോൾ 300 2. നല്ലത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നമുക്ക് ഇതത് കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിരിക്കും. അത്യാവശ്യം നമുക്കൊന്ന് പുറത്ത് പോകാനൊക്കെ ഇടാൻ പറ്റും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചിലപ്പോൾ നന്നായിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അങ്ങനത്തെ ഡ്രസ്സുകളായിരിക്കും അതൊക്കെ. പിന്നെ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് മിന്നു എടുത്തിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായി. നല്ലൊരു വർക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറച്ച് ഗ്ലേസൊക്കെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഗ്ലിറ്റർ ടൈപ്പ് ഓഫ് ക്ലോത്താണ് വന്നിട്ട്. ഇത് 150 അവൾ 250 അത് എടുത്തിട്ടുള്ളത്. ഇത് 150 ടോപ്പുകളാണ് കേട്ടോ, 2 സൈഡിലുമായിട്ട് ഞാനിപ്പോൾ കാണിച്ചത്. അതുപോലെ കുട്ടികളുടെ ഐറ്റംസ് ആണെങ്കിലും നമ്മൾ എല്ലാം ഇപ്പം ഇൻ കേസ് നിങ്ങൾ പ്രൈസ് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയുന്ന പ്രൈസ് ഇപ്പം 150 രൂപയുടേതിന് അവരെന്താണെങ്കിൽ 350 രൂപ പറയും. ആ 350 നമ്മൾ പെശകി 150 എത്തിക്കണം. പൊതുവേ എപ്പോഴും ഇവിടുത്തെ ഒരു പ്രൈസിങ് രീതി എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിരിക്കും അവർ പറയുന്നത്. അല്ലെങ്കിൽ ഒരു 50 രൂപ ഡബിളിന് നമ്മൾ കൂട്ടിക്കൊടുക്കുക. അപ്പം ആദ്യം തന്നെ അത് പറയരുത്, നമ്മൾ ഏറ്റവും കുറച്ച് പറഞ്ഞിട്ട് ഒരു 50 രൂപ കൂട്ടി കൊടുക്കുന്ന രീതിയിലേക്ക് വരണം.
കണ്ടില്ലേ, ഈ പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല പാൻറ്റാണ് കേട്ടോ. അങ്ങനെ അതുപോലെ 150യുടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടിലെ ഷോപ്പിലൊക്കെ കയറിയിട്ട് നമുക്ക് പെശകാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇവിടെ അങ്ങനെയാണ്. പക്ഷേ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ പെശകിയിട്ടില്ലെങ്കിൽ നമ്മളെ അവർ വലിപ്പിക്കും. കാരണം അത്യാവശ്യം എപ്പോഴും ഷോപ്പിലും കാര്യങ്ങളിലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെശകി മാത്രം ഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കണം. കോട്ടിയിലല്ല, ചാർമിനാർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർ പറയുന്ന ഒരു പ്രൈസ് നിന്ന് എന്താണെങ്കിലും അതിൻ്റെ പകുതിയിലേക്ക് നമ്മൾ എത്തിക്കണം. അതായിരിക്കും അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടുത്തെ. ഓക്കെ, നമ്മൾ നാട്ടിലെ പ്രൈസ് വെച്ച് നമ്മളതങ്ങ് കണക്ക് കൂട്ടും. പ്രത്യേകിച്ചും നമ്മുടെ ഭാഷ കേൾക്കുമ്പോൾ അവർ ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ മലയാളികളാണല്ലേ, ഇവിടുത്തെ ആളുകളല്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇവിടെ ഷോപ്പിൻ്റെ പുറത്ത് 250 രൂപയ്ക്ക് ഡ്രസ്സ് എന്നൊക്കെ എഴുതി വെച്ച് കണ്ട് ഷോപ്പിൽ കയറണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇതൊന്നും അവിടേക്ക് കയറ്റാനുള്ളൊരു ഐഡിയ ആണ് ആക്ച്വലി. അതിവിടെ പൊതുവേ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ. പ്രൈസ് കുറച്ച് എഴുതി വെക്കും നമ്മുടെ അങ്ങോട്ട് കയറ്റാനായിട്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കോട്ടി വിട്ടു കേട്ടോ. ആക്ച്വലി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം നമ്മൾ പിന്നെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ എവ്രി വൺ.